ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജിയോ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതിൽ അമേരിക്കയിൽ 3 നഗരങ്ങളിലായിട്ട് കാലിഫോർണിയ, ന്യൂയോർക്ക്, അതേപോലെ ലോസ് ഏഞ്ചൽസ്, ഈ നഗരങ്ങളിലൊക്കെ തകൃതിയായിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ശരിക്കും ട്രംപിനെതിരെ, ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു കാരണമായി ഇതിനെ കരുതിക്കൊണ്ട് ഈ ഒരു മൊമെൻറ്റിൽ അട്ടഹസിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സിറ്റികളിലൊക്കെ നല്ല രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്, കൊള്ളയടിക്കുന്നുണ്ട് ആൾക്കാർ. അതൊരു സൈഡിൽ നിൽക്കെ ഉക്രൈൻ്റെ ഉള്ളിൽ ഭയങ്കര ആഘോഷം. എന്താണ് ആഘോഷം എന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ 479 ഡ്രോൺ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ഷാഹിദ് ഡ്രോൺ എന്ന് പറഞ്ഞ ഡ്രോൺ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏകദേശം മിക്കവാറും എല്ലാ ഡ്രോണുകളെയും അവർ ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഏതാണ്ട് 217 എണ്ണം അവർ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ടും ബാക്കിയുള്ളത് അവർ അടിച്ചു വീഴ്ത്തിയിട്ടതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിലുപരിയായിട്ട് റഷ്യ വിട്ട മിസൈലുകൾ കുറെ KH-35, KH-30 അങ്ങനെയുള്ള പലതരത്തിലുള്ള മിസൈൽസ് എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് ഉക്രൈൻ്റെ സൈഡിൽ നിന്നും വാദങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്രമാത്രം സത്യസന്ധമായ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരുപാട് ഫൂട്ടേജസ് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. റഷ്യയുടെ പക്കൽ നിന്നും ഇത്രയും മിസൈൽസും ഇത്രമാത്രം ഡ്രോൺ അയച്ചിട്ടും വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ രീതിയിലുള്ള ഫൂട്ടേജസ് ഒന്നും തന്നെ വെളിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും റഷ്യ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഡ്രോൺ ഡമ്മി ആയിട്ട്, അതായത് ആയുധം ഘടിപ്പിക്കാത്ത രീതിയിൽ ഡ്രോൺ മാത്രം അയച്ചതാണോ എന്നുള്ളൊരു ഡൗട്ടും കൂടി ഉണ്ട് എനിക്ക്. കാരണം ശരിക്കും 479 ഡ്രോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉക്രൈൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പോളണ്ടിൻ്റെ അടുത്ത് വരെ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് അലേർട്ടായിട്ട് പോളണ്ടിൽ പുതിയ സർക്കാരാണല്ലോ, അപ്പോൾ പുതിയ സർക്കാർ പെട്ടെന്ന് തന്നെ ഉണർന്ന് പ്രവർത്തിച്ച് അവരുടെ ഫൈറ്റർ ജെറ്റും കാര്യങ്ങളൊക്കെ അലേർട്ട് മോഡിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു രീതിയിലൊരു ഡ്രോണോ ഒരു മിസൈലോ പോളണ്ട് ക്രോസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് തികച്ചും ഈ ഒരു നാറ്റോ രാജ്യങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് റഷ്യയുടെ മേളിൽ അങ്ങ് തലങ്ങും ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നതായിട്ടാണ് അവർ പറയുന്നത്. പോളണ്ട് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ യാതൊരു രീതിയിലുള്ള ഇന്റർഫെയറും പോളണ്ടിൻ്റെ ഉള്ളിൽ റഷ്യ നടത്തിയിട്ടില്ല. അല്ലെങ്കിലും നാറ്റോ രാജ്യങ്ങൾ തന്നെയാണല്ലോ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പോകണം, അലയൻസുമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പം നാറ്റോ രാജ്യങ്ങളുടെ മാക്സിമം കപ്പാസിറ്റിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉക്രൈനിൽ. ഇനിയിപ്പം നാറ്റോ രാജ്യങ്ങളെ കൊണ്ട് വീണ്ടും ഒരു ശക്തമായ രീതിയിലൊരു ആക്രമണം നടത്തിക്കളയാം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK തന്നെ ഏതാണ്ട് 2030 അവരൊക്കെ 3% ഡിഫൻസിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. 2030 നമ്മൾ ഇന്ത്യയൊക്കെ 6 ലക്ഷം കോടിക്ക് മേളിൽ ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ GDP-യുടെ 1.9% മാത്രമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും ഇനി 2%, 3% ഒക്കെ പല ചെറിയ രാജ്യങ്ങളൊക്കെ, അതായത് യൂറോപ്യൻ യൂണിയനിൽ കിടക്കുന്ന, നാറ്റോയിൽ കിടക്കുന്ന ചെറിയ രാജ്യങ്ങളൊക്കെ 3% അവർ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നത്. അവർക്ക് അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ തന്നെ നോക്കാൻ പല രീതിയിലുള്ള ഫണ്ട് ഷോർട്ടേജ് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും പെട്ടെന്ന് അവരുടെ ബഡ്ജറ്റ് ഉയർത്തിക്കൊണ്ട് 3%, 4% ആക്കാൻ കഴിയില്ല. ഇപ്പം ഫിൻലാൻഡ് തന്നെ 5% ആക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് 2030. അതൊക്കെ കണ്ടറിയണം. ഇനി അതിനു മുമ്പ് ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. റഷ്യക്കുള്ളിൽ ഉള്ള ഡ്രോൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ 5000 ഡ്രോൺ വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഡ്രോൺ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ റഷ്യക്കുള്ളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഇതുവരെ അവർ 2700 ഡ്രോൺ വെച്ചാണ് അവർ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 5000 അവർ കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അവർക്ക് 2700 നിന്നും 5000 അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താൻ കഴിഞ്ഞത് ചൈനയുടെ സപ്പോർട്ട് കൊണ്ടാണ്. ടെക്നോളജി ഉൾപ്പെടെ പല കാര്യങ്ങളും ചൈന റഷ്യയെ സഹായിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഉക്രൈൻ പറയുന്നത്. ചൈന റഷ്യയെ സഹായിച്ചാൽ ഇപ്പോൾ ഉക്രൈൻ എന്താണ് പ്രശ്നം? ഉക്രൈനെ 55 രാജ്യങ്ങളാണ് സഹായിക്കുന്നത്. എന്നിട്ടും ഉക്രൈന് നിവർന്ന് നിൽക്കാൻ കഴിയുന്നില്ല. ഏറ്റവും വലിയ ഭീമനായിട്ടുള്ള അമേരിക്ക വരെ ഉക്രൈൻ്റെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഈ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയാണ് അവർ റഷ്യക്കുള്ളിൽ പല രീതിയിലുള്ള സീക്രട്ട് മിഷൻസ് ഒക്കെ നടപ്പിലാക്കുന്നതെന്നാണ് പൊതുവിൽ വാർത്തകൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഉക്രൈന് കിട്ടുന്ന ഈ ഒരു 55 രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും അവരൊക്കെ ഗുഡ് കൺട്രീസ്, അഥവാ നല്ല പ്രവൃത്തി, സൽപ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരും, അതായത് റഷ്യക്കുള്ളിൽ അവർ എത്ര എണ്ണപ്പാടങ്ങൾ അടിച്ചിട്ടാലും എത്ര പേരുടെ ജീവൻ പൊലിഞ്ഞാലും അതായത് അതൊക്കെ സൽപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ തിരിച്ച് റഷ്യ അറ്റാക്ക് ചെയ്യുന്നത് തീവ്രവാദപരമാണ്. അതാണ് ഉക്രൈനിലെ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്ന 55 രാജ്യങ്ങളുടെ നിലപാട്. അതിൽ യാതൊരു മാറ്റവും. അത് സെലൻസ്കി എവിടെ പോയാലും പറയും. പുടിൻ എന്ന് പറഞ്ഞാൽ തന്നെ മേർഡറാണ്, തീവ്രവാദിയാണെന്നൊക്കെയാണ് സെലൻസ്കി അഭിപ്രായപ്പെടുന്നത്. ആ രീതിയിലാണ്. പുടിൻ എന്ന് പറഞ്ഞാൽ പുടിൻ അധികം സംസാരിക്കാറില്ല, സെലൻസ്കിയെ കുറിച്ചുള്ള കമൻറ്റും പറയാറില്ല എന്നുള്ളതാണ്. പുള്ളി പറയും, സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ വ്യക്തമായിട്ട് പറയും, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. നല്ല രീതിയിൽ അറ്റാക്ക് നടത്തി സ്ഥലങ്ങൾ വാരിക്കോരി അങ്ങ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
നേരെ മറിച്ച് ഇയാൾ വായിട്ടലച്ച് എവിടെയെങ്കിലും പോയിട്ട് കുറേ പൈസയൊക്കെ മേടിച്ച് ആഫ്രിക്കയിലൊക്കെ പോയിട്ട് സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയിട്ട് കുറേ സ്വത്തുകളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ മിലിറ്ററി ഉദ്യോഗസ്ഥരായിട്ടുള്ള ചീഫ് സ്റ്റാഫ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ പാട്രിയോട്ടിക് മിസൈലിൻ്റെ അടുത്തൊരു സെക്ഷൻ കൂടി ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ത്രെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാട്രിയോട്ടിക് മിസൈലിൻ്റെ വൺ മോർ സെറ്റ് കൊണ്ടുവരുന്നത്. കുറച്ച് നമ്പർ ഓഫ് പാട്രിയോട്ടിക് മിസൈൽസ് ഉണ്ട്. അപ്പോൾ അത്രയും യൂണിറ്റും കൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പാട്രിയോട്ടിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് കിട്ടുന്നത് ഏതാണ്ട് 1990-ലാണ്. അതിന് 35-36 വർഷമായിട്ട് ഈ പാട്രിയോട്ടിക് മിസൈൽ ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സേഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ മിസൈലിനും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി ആയിട്ടുള്ള പീക്ക് ലെവലിലായിട്ടുള്ള പെർഫോമൻസും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പാട്രിയോട്ടിക്കിൻ്റെ പെർഫോമൻസും ഇസ്രായേലിന് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്തായാലും പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റം ഇസ്രായേലിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇറാൻ്റെ ത്രെട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. റഷ്യ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഈ ഒരു ബോഡീസ്, ഉക്രൈൻ സോൾജേഴ്സിൻ്റെ ബോഡി ഇപ്പോഴും ആ ട്രക്കിൽ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ അതിന് ഉക്രൈൻ 2 ദിവസത്തെ ടൈം ലൈൻ ചോദിച്ചിട്ടുണ്ട്. ആ 2 ദിവസത്തിനുള്ളിൽ ആ ബോഡി റിസീവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാമെന്നാണ് ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫർദർ ഡിസ്കഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഡെവലപ്പ് ആകുന്നത് എന്നുള്ളത് കണ്ടറിയണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉക്രൈനിന് ഭീമമായ ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ 6000 സോൾജേഴ്സിൻ്റെ ബോഡി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, DNA ടെസ്റ്റ് ഇതൊക്കെ നടത്തി ഉറപ്പുവരുത്തി ആ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് ആ സോൾജേഴ്സിൻ്റെ ബോഡി കൈമാറണം. അതിനോടൊപ്പം നിശ്ചിത കാലയളവിൽ തന്നെ ഈ ഒരു ഫണ്ട് അവർക്ക് ന്യായമായിട്ട് ഉക്രൈൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട തുകകൾ കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വൻ പ്രശ്നങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് തന്നെയാണ് ഈ വൻ പ്രശ്നങ്ങൾ, ഈ ഫണ്ട് ഷോർട്ടേജുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഫണ്ടുകൾ കിട്ടുന്ന ഫണ്ടുകളൊക്കെ യുദ്ധത്തിന് വേണ്ടി മുടക്കുന്നതിന് പകരം ഈ 6000 സോൾജേഴ്സിൻ്റെ ബോഡി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഫണ്ടൊക്കെ ഡൈവേർട്ട് ചെയ്യപ്പെടും. അങ്ങനെയൊക്കെ റഷ്യയുടെ സൈഡിൽ നിന്നും പുടിൻ കാഞ്ഞ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നുണ്ട്. ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ അബ്ബാസ് അറക്ചിയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി ന്യൂക്ലിയർ ഡീലിലേക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ ഇറാൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന സാങ്ഷൻസ് എല്ലാം തന്നെ എടുത്ത് നീക്കണം. അത് നീക്കിയിട്ട് നിങ്ങളിങ്ങ് വന്നാൽ മതി, നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ്. അവർക്ക് സാങ്ഷൻസ് നീക്കിക്കഴിഞ്ഞാൽ അവരിനി ചർച്ചയ്ക്ക് മുന്നോട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കേ ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചർച്ച നടന്ന് ഈ ഡീൽ ഒപ്പിട്ടാൽ മാത്രമേ സാങ്ഷൻസ് നീക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയുള്ളൂ എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇനിയിപ്പം സാങ്ഷൻസ് നീക്കിക്കഴിഞ്ഞാൽ ഇവർ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഇതിനകത്ത് ഇടയ്ക്ക് കയറി വരും എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ വെല്ലുവിളി നിറഞ്ഞ ഒരു ട്രയാങ്കിളിൽ കിടക്കുന്ന വിഷയമാണ്. ഇറാൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിനെ തൊട്ട് പുറകെ 1.5 മണിക്കൂർ ഇസ്രായേലിൻ്റെ ഉള്ളിൽ മീറ്റിംഗ്, ഹൈ റാങ്ക് ഒഫീഷ്യൽസിലുള്ള ആൾക്കാർ കംപ്ലീറ്റ്, അത് നെസറ്റ് മീറ്റിംഗ് അല്ല, അതിലുപരിയായിട്ട് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ്. ഇതിനകത്ത് സുപ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം, സ്മൂട്രിച്ച് ആയിക്കോട്ടെ, അതേപോലെ വലതുപക്ഷ ആൾക്കാർ, ഇസ്രായേലിലെ റൈറ്റ് വിംഗ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ, അതേപോലെ ബെഞ്ചമിൻ നെതന്യാഹു, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് IDF, മൊസാദ്, ഷിൻബെറ്റ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് 1.5 മണിക്കൂർ ഒരു മീറ്റിംഗ്. ഈ മീറ്റിംഗിൽ സംസാരിച്ച കാര്യങ്ങൾ എന്താണ് ഏതാണെന്നതിനെ കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ അതിനിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തികച്ചും ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു കൺഫ്രണ്ടേഷൻ വരാനുള്ള സാധ്യത, അത് ഇസ്രായേൽ അടിക്കുന്നത് തീർച്ചയായിട്ടും ടാർഗറ്റഡ് ആയിരിക്കും. പക്ഷേ ഇറാൻ വിടുന്ന മിസൈൽസ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ട രീതിയിലാവാം. അതിലുപരിയായിട്ട് എന്തെങ്കിലും ഇറാൻ വാചക കസരത്ത് നടത്തുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് എക്സ്ട്രാഡിനറി ആയിട്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഗ്രേറ്റ തൻബർഗ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സ്വീഡിഷ് ലേഡി UN-ലൊക്കെ വളരെ ചർച്ചാ വിഷയമായിരുന്നു. ട്രംപിൻ്റെ ആദ്യ കാലഘട്ടത്താണ് ഈ ലേഡി ആദ്യമായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ ഒരു ടൂൾ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഗ്രേറ്റ തൻബർഗ് ഗാസയിലേക്ക് ഞാൻ പോയേ തീരൂ, അവർക്ക് ഭക്ഷണം ഞാൻ ഉറപ്പുവരുത്തുമെന്നുള്ള രീതിയിലാണ് ഗാസയിലേക്കുള്ള യാത്ര തിരിച്ചത്. അവരൊരു ബോട്ടിൽ ഒരു 6-7 പേരോട് ചേർന്നിട്ട് എല്ലാം കൂടെ ചേർന്ന് ഒരു 9 പേരുള്ള സംഘമായിട്ട് അവർ ഗാസയിലേക്കുള്ള യാത്രയിൽ വന്നപ്പോഴത്തേക്കും ഗാസയുടെ സൈഡിൽ എന്തായാലും അവർക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഈജിപ്തിൻ്റെ സൈഡിലേക്ക് പോയി ഇറങ്ങിയിട്ട് ഗാസയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിന്ന ഒരു സാഹചര്യത്തിൽ ഇവരെ പകുതി വഴിക്ക് തന്നെ മറിച്ച് ഇസ്രായേലിൻ്റെ ഫോഴ്സ് കൃത്യമായിട്ട് അവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കസ്റ്റഡി എന്ന് തന്നെ പറയാം, പൊതുവിൽ കസ്റ്റഡി എന്ന് വെളിയിൽ പറയുന്നില്ല എങ്കിലും അത് പൊതുവേ ഇസ്രായേൽ കസ്റ്റഡിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഒഫീഷ്യലായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഗാസയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഗ്രേറ്റ തൻബർഗ് പ്ലസ് 9 അംഗ സംഘം പട്ടിണിക്ക് കിടക്കുന്ന അവസ്ഥയാണ്. അവസാനം IDF ഉദ്യോഗസ്ഥരാണ് പോയിട്ട് അവർക്ക് ബ്രെഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ ഇത്തിരി ആഹാരം കഴിച്ചിട്ട് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കുക, എന്നിട്ട് നമുക്ക് ഗാസയിൽ ആഹാരം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം എന്നാണ് ഉപദേശിച്ചത്. കാരണം ഗാസയിലുള്ള ജനങ്ങൾക്ക് എയ്ഡ് ഇസ്രായേൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കൂടെ എന്താണ് സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗാസയിലുള്ള എയ്ഡ് കൊടുക്കുന്ന പരിപാടി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ച് ഹമാസിലേക്ക് തന്നെ കൊടുക്കണം. ഇതാണ് ശരിക്കും അവിടെ
യഥാർത്ഥ അജണ്ട. ഈ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ടൂൾ കിറ്റും കൊണ്ട് ഗ്രേറ്റ തൻബർഗ് അവിടെ വന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഗ്രേറ്റ തൻബർഗ് മാത്രമല്ല കേട്ടോ, ഗ്രേറ്റ തൻബർഗിനെ ഇപ്പം സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് ഇസ്രായേൽ വളരെ വളരെ സെക്യൂർ ആയിട്ട് അവരെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അവരെ കൃത്യമായിട്ട് അവരെ കയറ്റി അയക്കേണ്ട സ്ഥലത്ത് കയറ്റി അയക്കുക തന്നെ ചെയ്യും. അത് വേറെ കാര്യം. ഗാസയ്ക്കുള്ളിൽ ഇറങ്ങി ഗ്രേറ്റ തൻബർഗ് ഞാൻ പെർഫോം ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇസ്രായേൽ അതിനെ അനുവദിക്കത്തുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിലുപരിയായിട്ട് ട്യൂണീഷ്യയിൽ നിന്നും അൾജീരിയയിൽ നിന്നും 2 ടീമുകൾ ബസ് കണക്കിലാണ് കേട്ടോ. അതായത് നാട്ടിലെ കല്യാണത്തിനൊക്കെ പണ്ട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പിടിച്ചു പോകുമല്ലോ, അതേപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പിടിച്ച് പാലസ്തീൻ്റെ ഫ്ലാഗുമായിട്ടൊക്കെ ഹമാസിൻ്റെ ടാഗ് ലൈനൊക്കെ എഴുതിക്കൊണ്ട് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർ ഇനിയിപ്പം കാൽനട ജാഥ പോകുന്ന രീതിയിലൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം ആ രീതിയിൽ ഗാസയ്ക്കുള്ളിൽ വന്ന് ഇരച്ചു കയറാനാണ്. ഇപ്പം ഈ ഗാസയിൽ വന്ന് കിടന്നിട്ട് ഇനിയിപ്പോൾ ഇവർക്ക് ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഇങ്ങനെ ബസ് കണക്കിൽ ആൾക്കാർ ഇരച്ചു കയറി ഗാസയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ GHF എന്ന് പറഞ്ഞ ആ സംഘടന, ഇസ്രായേലുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എയ്ഡ് കൊടുക്കുന്ന സംഘടന 23,000 ബോക്സ് ഇന്നലെ മാത്രം 2 സ്ഥലങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ബോക്സിന്റെ എണ്ണമാണ് 23,000. അപ്പോൾ അതായത് അവർ കൃത്യമായിട്ട് ജോലി അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഗാസയ്ക്കുള്ളിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഇസ്രായേൽ ഇപ്പോൾ ഈ ആൾക്കാരെ അങ്ങോട്ട് കയറ്റി വിടാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം വേറൊന്നുമില്ല, അത് ഡീപ്പ് റൂട്ടിൽ IDF എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് IDF വളരെ ശക്തമായിട്ട് ഹമാസിന്റെ എക്സാക്ട് താവളങ്ങൾ കണ്ടെത്തി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഗാസയ്ക്കുള്ളിൽ ഇപ്പോൾ എല്ലാവരും നടന്നു കയറി പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് തീവ്രവാദ പ്രവർത്തനത്തിന് വളക്കൂറുള്ള മണ്ണായിട്ട് ഗാസയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ശ്രമം. ഇസ്രായേൽ ഗാസയിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നവരോട് ജീവിക്കാം, അത് ഇസ്രായേലിന്റെ കീഴിൽ ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. അത് തകിടം മറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രവൃത്തികൾ അവിടെ നടക്കുന്നത്. ഇസ്രായേലിന് ഗാസയ്ക്കുള്ളിൽ നിന്നും ഒരു ഹമാസിന്റെ ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഖത്താർ ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ ഹമാസിന് ഫണ്ട് ഒഴുക്കിയിട്ടുണ്ടെന്നുള്ള ഒരു തെളിവായിട്ടാണ് ആ ഒരു രേഖകൾ ഇസ്രായേലിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ജെറുസലേമിന്റെ ഉള്ളിൽ വീണ്ടും കാട്ടുതീ. ഈ കാട്ടുതീ പടർന്നു പിടിച്ചതാണോ ഇല്ലെങ്കിൽ ആരെങ്കിലും കത്തിച്ചതാണോ നമുക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കാട്ടുതീ ഇങ്ങനെ പടർന്നു പിടിക്കുന്നത്. 35 ഫയർ ഫൈറ്റിംഗ് എഞ്ചിൻസ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. കാട്ടുതീ കെടുത്താനുള്ള ശ്രമം അതിതീവ്രമായിട്ട് ഇസ്രായേൽ മുന്നോട്ടെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ കാട്ടുതീ അതിരൂക്ഷമായ നിലയിൽ സ്പ്രെഡ് ആവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ വാർത്തകൾ അങ്ങനെയാണ് വരുന്നത്. ഈ അമേരിക്കയും ചൈനയും കൂടി ട്രംപിന്റെ ഈ ഒരു ഫോൺ കോളിനെയൊക്കെ തുടർന്ന് ലണ്ടനിൽ വെച്ചിട്ട് ചർച്ച നടത്താമെന്നാണ് അവസാനം ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച നടക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ആവശ്യം. അമേരിക്കയ്ക്ക് എന്താണ് ആവശ്യം? റെയർ എർത്ത് എലമെന്റ്സ് അത് വേണം. അത് ചൈന തടഞ്ഞു വെച്ചതാണ്. ഇപ്പം അമേരിക്കയെ ഈ രീതിയിൽ ചൊടിപ്പിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ താരിഫ് അത് ഇത് ഈ ഒരു കോളേജിലെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് വിദ്യാർത്ഥികളെയൊക്കെ പോയി അറസ്റ്റ് ചെയ്യുക, അഗ്രികൾച്ചറൽ തീവ്രവാദം നടത്താൻ വേണ്ടിയിട്ട് ഈ ഫംഗസിനെയൊക്കെ അമേരിക്കൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത്, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ചൈന അത് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചൈന പല രീതിയിലുള്ള പല പ്രവൃത്തികളും കാണിക്കാറുണ്ട്, അത് ഇല്ല എന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോളേജ് വൈസ് ചൈനീസ് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്ത് വിസ സാങ്ഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഒരു PhD ചെയ്യാൻ പോയ റിസർച്ച് ഫെലോവിനെയാണ് അറസ്റ്റ് ചെയ്തത്. അതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടായത്. കാരണം ഈ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അതും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മേഖല തന്നെ ഈ ഒരു മൈക്രോബിയൽസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനും അതിൻ്റെ സ്പ്രെഡിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് ഒരു തീസിസ് പേപ്പർ, PhD എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഒരു റിസർച്ച് പേപ്പർ ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്നതാവാം, അവർ നടത്തിയ റിസർച്ചിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കോണത്തിൽ ഇതിനെ വീക്ഷിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതൊക്കെ ഈ ലണ്ടൻ ചർച്ചയിൽ ചൈന റെയർ എർത്ത് മിനറൽ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തീരുമല്ല. എന്തിനു ഭേദം ഈ താരിഫും കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ചൈനയ്ക്ക് ഇതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ, അതേ സ്റ്റേറ്റസ് കോയിലോട്ട് ചൈന അമേരിക്ക റിലേഷൻഷിപ്പ് പോവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ ഇതും കണ്ട് കുറേ താരിഫൊക്കെ മേടിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, അവരൊക്കെ ഇനിയിപ്പം ആകാശത്ത് നോക്കിയിരിക്കണം. അതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യം. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭയങ്കരമായിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി ഭയങ്കരമായിട്ട് നെഞ്ചും വിരിച്ചാണ് നിന്നത് ട്രംപിന്റെ നിലപാടുകൾക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇപ്പം ഈ സ്റ്റുഡൻസ് വിസ ബാൻ ചെയ്തല്ലോ. ബട്ട് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഒറ്റ സ്റ്റുഡന്റുകളുടെ വിസയും ഇപ്പോൾ പാസ്സാകുന്നില്ല എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി മുട്ടുകുത്തിയിരിക്കുകയാണ്. മുട്ടുകുത്തിയിട്ട് ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാണ്, നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ഇതിലൊരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എല്ലാ യൂണിവേഴ്സിറ്റികളും, അതായത് ട്രംപിൻ്റെ ആ ഒരു ഫെഡറൽ സിസ്റ്റത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റികളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ കൃത്യമായി പാലിക്കുക. ഇതുപോലെ ഇസ്രായേലിനെതിരെയോ അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിച്ചോ ഇങ്ങനെയുള്ള പ്ലക്കാർഡുകളൊന്നും പിടിച്ചുകൊണ്ട്
ആ രീതിയിലുള്ള ഒരു പെരുമാറ്റവും കോളേജിനുള്ളിൽ പാടില്ല. വരിക, പഠിക്കുക, പോവുക, ഇതായിരിക്കണം കാര്യം എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഫണ്ട് മുതൽ എല്ലാം കട്ട് ചെയ്യും, വിസയും കട്ട് ചെയ്യും. ഈ വിസ എന്ന് പറയുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കോഴ്സ് ഓഫർ ചെയ്താലും ഇതിൽ കുട്ടികൾ വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ വിസ അപ്രൂവായി കിട്ടണം. ആ വിസയാണ് ട്രംപ് തടഞ്ഞു വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ട്രംപിന്റെ കാലിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈ ടെറർ അറ്റാക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു തീവ്രവാദി സഹിയൂർ റഹ്മാൻ ലഖ്വി എന്നാണ് ഇയാളുടെ പേര്. ഇയാളുടെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോ വേറെ എവിടെയല്ല, പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ്. അതായത് ഈ തീവ്രവാദികളെല്ലാം, അതായത് ഈ രീതിയിലുള്ള അതിഭീകരമായ തീവ്രവാദികളെല്ലാം തന്നെ ഈ രീതിയിൽ മുംബൈ ആക്രമണമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 200-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ട ഒരു ആക്രമണമാണ് മുംബൈ ആക്രമണം എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അമേരിക്കയിൽ നിന്ന് വരെ ഒരുത്തനെ എക്സ്ട്രാഡിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ തീവ്രവാദി, ഈ ലഖ്വി എന്ന് പറഞ്ഞ ഈ തീവ്രവാദി പാകിസ്ഥാന്റെ ഉള്ളിൽ വളരെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ വൈകാതെ തന്നെ തീവ്രവാദികൾ വീണ്ടും ഒരു ആക്രമണം നടത്താനുള്ള പദ്ധതിയുമായിട്ട് ഇരിക്കുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ വിവരശേഖരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.